കെ രമ MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി കെ രമ, എങ്ങനെയൊക്കെയാണ് സർക്കാർ ഇത്രയും വലിയ കുറ്റവാളികളെ കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഈ കേൾക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. അയ്യോ, ഈ പ്രതികളുടെ പേരിലുള്ള സർക്കാരിന്റെ കരുതൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തൊരു ഇഷ്ടവും സ്നേഹവുമാണ് ഈ പ്രതികളോട് എന്നുള്ളത്. അതുകൊണ്ടാണ് വിവിധ തരം നീക്കങ്ങൾ. ഇതൊരു പ്രാവശ്യമോ ആദ്യത്തേതോ അവസാനത്തേതോ അല്ല. ഇത് ഈ 6 മാസം കാലാവധി ബാക്കിയിരിക്കെ ഇനിയും ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം എത്ര പ്രാവശ്യം നമ്മൾ ഇത് കണ്ടു. പല തവണ കത്തുകൾ പുറത്തു വന്നപ്പോഴൊക്കെയാണ് നമ്മൾ പലപ്പോഴും അറിയുന്നത്. അതുവരെ ഇവരെ പുറത്തുവിടാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ ഘട്ടങ്ങളിൽ നാം ചർച്ച ചെയ്തതാണ്. അപ്പം അത് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴാ ഏറ്റവും അവസാനം വിടുതലിന് വേണ്ടിയിട്ട് കത്ത് എല്ലാ ജയിൽ മേധാവികൾക്കും അയച്ചിരിക്കുകയാണ്. ഇതൊക്കെ അയക്കുന്നത് ജയിൽ മേധാവികൾക്ക് സ്വപ്നം കണ്ടയക്കുകയാണെന്നൊന്നും നമുക്ക് കരുതാൻ വയ്യ. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അങ്ങ് അയച്ചേക്കാമെന്ന് കരുതിയിട്ടല്ല. വളരെ കൃത്യമായി ആഭ്യന്തര വകുപ്പിന്റെയും ഭരിക്കുന്ന ആളുടെയും പാർട്ടിയുടെയും ഒക്കെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടാണ് ഇതൊക്കെ കത്തയക്കുന്നത്. അപ്പോൾ ഈ പ്രതികളെ പുറത്തുവിടാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രം, ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ജയിലിനകത്ത് ഇപ്പോഴും അവര് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, അവര് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നും അവർക്ക് തടസ്സമല്ല. അവരെ സംബന്ധിച്ച് അവരാണ് VIP-കൾ. ഈ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും VIP-കൾ ആരാണ് എന്ന് ചോദിച്ചാൽ TP കേസിലെ പ്രതികളെയാണ് ഇവർ സർക്കാരിന്റെ ഏറ്റവും വലിയ VIP-കൾ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംരക്ഷണവും എക്കാലത്തും അവർ ഒരുക്കി കൊടുക്കുമെന്നതാണ് നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും നമുക്ക് ബോധ്യമാവുന്നത്. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളും. ഇതിൽ ഏതെങ്കിലും വിധത്തിലൊരു ഇടപെടൽ സാധ്യമാണോ? ഇത് സർക്കാർ എല്ലാ കാലം ഇപ്പോൾ അനന്തൻ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നൊരു സൂചന നൽകാൻ വേണ്ടി നൽകിയ ഒരു കത്താണോ? ഇവരുടെ സുരക്ഷാ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഒരു കത്ത് നൽകുന്നു. അപ്പോൾ സർക്കാരിന്റെ ഒരു തന്ത്രമായിട്ട് കൂടി കാണുന്നുണ്ടോ ഇതിനെ? അത് ഉറപ്പാണല്ലോ. കാരണം ബഹുമാനപ്പെട്ട വടകരയിലെ ഒഞ്ചിയത്തെ TP ചന്ദ്രശേഖരനെ വെട്ടിവീഴ്ത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TPയുടെ ആ പറയുന്ന തിരോധാനത്തിന്റെ അല്ലെങ്കിൽ TPയെ ഇല്ലായ്മ ചെയ്തതിന്റെ എല്ലാ കണക്കുകളും അതിന്റെ ദൃശ്യങ്ങളും അതിന്റെ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങളുടെ എല്ലാവരുടെ മനസ്സുകളിലും ഒക്കെ ഉണ്ടാവും. ആ TPയെ ഇല്ലായ്മ ചെയ്ത കൊടിസുന്നി, കിർമാണി മനേജ്, ഈ പറയുന്ന മുഹമ്മദ് ഷാഫി ഒക്കെ അടങ്ങുന്ന ഈ പറയുന്ന കൊട്ടേഷൻ സംഘത്തെ പുറത്തിറക്കുവാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും പിണറായി പോലീസും പിണറായിയും നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നിപ്പോ ജയിൽ സൂപ്രണ്ടിന് ഒരു കത്തയച്ചിരിക്കുകയാണ്. ആര്? ജയിൽ വകുപ്പ് മേധാവി. എന്താ കത്തിൽ ചോദിക്കുന്നത്? ഇവരെ പുറത്തു വിട്ടാൽ സുരക്ഷാ പ്രശ്നമുണ്ടോ എന്ന് ഒരു ജയിൽ മേധാവി കത്തയച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ? കഴിഞ്ഞ മാസമല്ലേ നിങ്ങൾ കണ്ടത്? ഇവരെ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകും വഴിയും അതുപോലെ കോടതിയിൽ നിന്ന് തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുവരുന്ന വഴിയും തലശ്ശേരിയിലെ ബാറിൽ കയറി അവിടെ പരസ്യമായി മദ്യപിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോ ഇവരെ പുറത്ത് വിട്ടാല് ഇത്തരത്തിൽ വല്ല പ്രശ്നമുണ്ടാകുമോ എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷയിൽ കഴിയുന്ന ഈ പ്രതികളെ എന്തടിസ്ഥാനത്തിലാണ് പുറത്തുവിടുന്നത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ജയിലുകളിൽ പല കേസുകളിൽ പ്രതികളായിട്ടുള്ള പല ആളുകളുണ്ടല്ലോ, ഒരു പ്രശ്നക്കാരുമല്ലാത്ത. അവരെയൊക്കെ പുറത്തു വിടുമോ? ഇത് ഈ പറയുന്ന ഈ നീക്കം അത് വലിയ ഒരു ആസൂത്രിതമായ നീക്കമാണ്. വലിയ ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിലുള്ളത്. എന്താണ് ഗൂഢാലോചന? എന്താണ് ആസൂത്രണം? തെരഞ്ഞെടുപ്പ് മുന്നിൽ വരികയാണ്. 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുകയാണ് പിണറായി വിജയൻ. ഈ തെരഞ്ഞെടുപ്പിന് ഈ പറയുന്ന കൊട്ടേഷൻ സംഘം പുറത്തുണ്ടാവണം. തെരഞ്ഞെടുപ്പ് വരെ അവർ പുറത്തുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വളരെ വ്യക്തമായി അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് കാര്യം? TPയെ എങ്ങനെയാണോ തീർത്തത്, TPയെ ഒഞ്ചിയത്തിന്റെ മണ്ണിലിട്ടുകൊണ്ട് എങ്ങനെ തീർത്തുവോ അതേ രീതിയിൽ ഷാഫി പറമ്പിലിനെ തീർക്കണം വടകരയുടെ മണ്ണിൽ. കാരണം വടകരയുടെ തങ്ങളുടെ കാലിനടിയിലെ മണ്ണുകളൊക്കെ ഒലിച്ചു പോയിരിക്കുന്നു. വടകരയിലെ CPM കോട്ടകൾ തകർന്നിരിക്കുന്നു, വീണിരിക്കുന്നു, അത് ചിഹ്ന ഭിന്നമായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഷാഫിയെ തീർക്കണം. വേറെ ഒരു വഴിയുമില്ല. നോ കോംപ്രമൈസ്. ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഷാഫിയെ തീർക്കണം. ആര് തീർക്കും? കൊട്ടേഷൻ സംഘമാണെങ്കിൽ TPയെ കൊന്നതിന്റെ പേരിൽ ജയിലിലാണ്. എന്ത് ചെയ്യും?
ആര് തീർക്കും? ചോദ്യത്തിന് ഉത്തരമില്ല. വേറെ വഴികളില്ല. കിർമാണി മനോജ് ഇറങ്ങണം, കൊടി സുനി ഇറങ്ങണം, മുഹമ്മദ് ഷാഫി പുറത്തിറങ്ങണം. ഷാഫിയെ കൊല്ലണം, ഷാഫി പറമ്പിലിനെ കൊല്ലണം, ഷാഫിയെ വകവരുത്തണം. ഇത് തന്നെയാണ് ലക്ഷ്യം. ആസൂത്രിതമായ നീക്കമാണ് ഇത്, ഗൂഢാലോചനയാണ്. ഷാഫി പറമ്പിലിനെ വകവരുത്തുവാനുള്ള തീരുമാനമാണ് ഇതിന്റെ പുറകിലുള്ളത്. ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഇവര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് നൽകിയിരിക്കുന്ന കൊട്ടേഷൻ അത് തന്നെയാണ്. ഇന്നലെ നമ്മൾ മറ്റൊരു വാർത്ത, ഈ പറയുന്ന കൊടിസിനിയും കിർമാണി മനോജും ഈ പറയുന്ന TP വധക്കേസിലെ പ്രതികളുമായിട്ട് മറ്റൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. ഇവര് ജയിലിനകത്ത് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നു. ഇവര് ജയിലിനകത്ത് വലിയ രീതിയിലുള്ള ഈ പറഞ്ഞ ആക്രമണങ്ങൾ അയച്ചുവിടുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ വാർത്ത വന്നതിന്റെ തൊട്ടു പിറ്റേ ദിവസമാണ് ഇപ്പൊ കത്ത് പുറത്തു വരുന്നത്. ജയിലിൽ കിടന്നുകൊണ്ട് ഇത്തരത്തിൽ അക്രമങ്ങൾ നടത്തുന്ന ഈ വ്യക്തികളെ പുറത്തു വിട്ടാൽ കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരു ജയിൽ മേധാവി ചോദിക്കേണ്ട ചോദ്യമാണോ? ഇത്രയും ദിവസം ജയിലിൽ കിടന്നുകൊണ്ട് എല്ലാ ആക്രമണങ്ങളും എല്ലാ നരനായാട്ടും നടത്തുന്ന ഈ പ്രതികള് അവര് പുറത്തിറങ്ങിയാൽ പിന്നെ ഇവര് വെറുതെ ഇരിക്കുമോ? ജയിലിനകത്തെ അവർ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ജയിലിനകത്ത് ഇത്തരത്തിൽ ക്രൂരമായ എന്താ പറയേണ്ട ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ഈ ക്രിമിനലുകൾ പുറത്തിറങ്ങിയാൽ പിന്നെ ഇവരെ പറയേണ്ട കാര്യമുണ്ടോ? പക്ഷേ ഇവരെ പുറത്തിറക്കുകയല്ലാതെ മറ്റു വഴികൾ ഇപ്പൊ സഖാക്കളുടെ മുന്നിലില്ല, പിണറായിയുടെ മുന്നിലില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ആരും കരുതണ്ട പേരാമ്പ്രയില് ഒരു ചെറിയ അന്നേരം ആ സമയത്തുണ്ടായ ഒരു പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ ഒരു വികാരത്തിന്റെ പുറത്ത് ഷാഫിയുടെ മൂക്കടിച്ച് പൊട്ടിച്ചതാണ് എന്ന്. നോ വേ, ഒരിക്കലുമല്ല. ഷാഫിയെ തീർക്കണമെന്ന് ഇവർക്ക് എപ്പം മുതൽ വടകരയിലെ ശൈല ടീച്ചറുടെ തോൽവി മുതൽ ഇവരുടെ മനസ്സിൽ കയറി കൂടിയതാണ്. ഷാഫിയെ തീർക്കണം. അതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് നമ്മൾ പേരാമ്പ്രയിൽ കണ്ടത്. നിങ്ങൾ കണ്ടില്ലേ? ഈ പറയുന്ന ഷാഫിക്കെതിരെ അക്രമം നടത്തിയിട്ട് EP ജയരാജനും MV ഗോവിന്ദനും V ശിവൻകുട്ടിയും ഒക്കെ ഇങ്ങനെ ന്യായീകരിച്ച് നടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഈ പറയുന്ന EP ജയരാജൻ ഒഞ്ചിയത്തിന്റെ മണ്ണിൽ ഇതുപോലെ ഒരു കൊലവിളി പ്രസംഗം നടത്തിയതാ. എന്നാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈ പറയുന്ന TP ചന്ദ്രശേഖരൻ ജീവിച്ചിരിക്കുന്ന കാലത്ത്, TP ചന്ദ്രശേഖരൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ കാലത്ത് വകവരുത്തുമെന്നുള്ള കൊലവിളി പ്രസംഗം EP ജയരാജനാണ് ഒഞ്ചിയത്തിന്റെ മണ്ണിൽ നടത്തിയത്. അത് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ TPയെ ഇവർ വെട്ടിവീഴ്ത്തി. TPയെ വെട്ടിവീഴ്ത്തിയ അതേ വടകരയുടെ മണ്ണിലിട്ടുകൊണ്ട് ഷാഫി പറമ്പിലിനെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഈ ക്രിമിനൽ സംഘത്തെ, ഈ കൊട്ടേഷൻ സംഘത്തെ, TPയെ വധിച്ച ഈ പ്രതികളെ ഇപ്പൊ പുറത്തിറക്കുവാനുള്ള പിണറായിയുടെ എല്ലാ നെറികെട്ട കളികളും പിണറായി വിജയൻ കളിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുകയാണ്. ഷാഫി ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. അക്കാര്യം ഉറപ്പാ പിണറായിക്ക് മാത്രമല്ല കേട്ടോ, സഖാക്കൾക്ക് എല്ലാവർക്കും. ഷാഫിയോട് എന്താ ഇവർക്ക് ഇത്ര വിരോധം? നിങ്ങൾ ആലോചിച്ചില്ലേ? നിങ്ങൾ എപ്പോഴും കണ്ടു നോക്ക്, ഷാഫി പറമ്പിലിനെ സോഷ്യൽ മീഡിയയിൽ കൊത്തിക്കീറുന്ന സഖാക്കളെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കാണാം. എന്താ ഇവർക്ക് ഷാഫിയോട് ഇത്ര വിരോധം? കാരണം വടകരയിലെ ടീച്ചറുടെ തോൽവി അത്രമേൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഇവരെ സഖാക്കളെ അത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സഖാക്കളെ മാത്രമല്ല, ശൈല ടീച്ചറുടെ അവസ്ഥ എന്താ ഇപ്പോ? രാത്രി കിടന്നാ ഉറങ്ങാൻ പറ്റുന്നില്ലെന്നേ. അപ്പോൾ കണ്ണടച്ച് കഴിയുമ്പോഴേക്കും ഷാഫിയുടെ മുഖമാണ് മനസ്സിലേക്ക് വരുന്നത്. കണ്ണടച്ച് കഴിഞ്ഞാൽ ഷാഫിയുടെ മുഖം, അതും ഏത് മുഖം? വടകരയുടെ മണ്ണിൽ വന്നിറങ്ങിയിട്ട് ആ വടകരയുടെ മണ്ണിൽ, ആ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ആ വടകരയുടെ മണ്ണിൽ അന്ന് ആ സ്വീകരണത്തിൽ ഷാഫിക്ക് ചുറ്റും 10,000 തടിച്ചു കൂടിയ ആ സ്വീകരണത്തിന്റെ ആ ഒരു ദൃശ്യം നിങ്ങൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ പേരാമ്പ്രയിലെ ഇതുപോലെ ഷാഫിക്ക് നൽകിയ സ്വീകരണത്തിന്റെ ഒരു ചിത്രം, ആ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ടീച്ചറുടെ കണ്ണടക്കുമ്പോ ടീച്ചറുടെ മനസ്സിലേക്ക് വരിക. ഒരു ദിവസം ഉറങ്ങിയിട്ടില്ല, ഇത്രയും ദിവസമായിട്ട് ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല ടീച്ചർക്ക്. ഷാഫിയെ വകവരുത്തണം, അതല്ലാതെ വേറെ വഴികളില്ല എന്ന് ഇവര് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് UDFന്റെ പ്രവർത്തകരോട്, കോൺഗ്രസ്സുകാരോട്, ലീഗുകാരോട്, മുസ്ലിം യൂത്ത് ലീഗുകാരോട്, യൂത്ത് കോൺഗ്രസ്സുകാരോട് ഒക്കെ എനിക്ക് പറയാനുള്ളത്, വടകരക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, വടകരക്കാരെ നിങ്ങളുടെ ഒരു നോട്ടം എന്നും ഷാഫിക്ക് മുകളിൽ ഉണ്ടാവണം. നിങ്ങൾ സംരക്ഷിക്കണം വടകരയിൽ. ഷാഫി പറമ്പിലിനെ സംരക്ഷിക്കുവാനുള്ള ചുമതല നിങ്ങൾക്കാണ്. വടകരയുടെ മണ്ണിൽ വെച്ചുകൊണ്ട് ഷാഫിക്കൊന്നും പറ്റരുത്.
അത് വടകരക്ക് പുറത്തുള്ള കാര്യം വടകരക്ക് പുറത്തുള്ളവർ നോക്കിക്കോളൂ. പക്ഷേ ഒഞ്ചിയത്തിന്റെ മണ്ണിലിട്ടുകൊണ്ട് ടി.പി. ചന്ദ്രശേഖരനെ വെട്ടി വീഴ്ത്തിയവർ വടകരയുടെ മണ്ണിലിട്ടുകൊണ്ട് തന്നെ ഷാഫിയെ തീർക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും ജാഗരൂകരാകണം. ഷാഫിക്ക് സംരക്ഷണം ഒരുക്കേണ്ടത് വടകരയിലെ നിങ്ങളെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഇപ്പൊ ഈ കിർമാണി മനോജും കൊടിസുനിയും ഈ പറയുന്ന മുഹമ്മദ് ഷാഫിയും ഒക്കെ പുറത്തിറക്കാൻ ഇത്രയധികം തത്രപ്പാട് പെടുന്ന പിണറായി വിജയൻ എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ? എന്തിനാ? വെറുതെയാണോ? അവരെ അങ്ങ് പുറത്തിറങ്ങിയിട്ട് അവര് തോന്നുന്നത് പോലെ ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടാണോ? നെവർ എവർ, ഒരിക്കലുമല്ല. അവർക്ക് വ്യക്തമായ പ്ലാനുകളുണ്ട്. ഷാഫിയാണ് ലക്ഷ്യം ഷാഫി പറമ്പിലാണ്. ഷാഫിയുടെ ചോര വീഴ്ത്തണം വടകരയുടെ മണ്ണിൽ, അത് മാത്രമാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോ ഈ പറയുന്ന ക്രിമിനൽ സംഘത്തെ പുറത്തിറക്കുവാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പ് ഇല്ലെങ്കിൽ വടകരയിലെ ഈ പറയുന്ന കൂത്തുപറമ്പ്, തലശ്ശേരി, വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി 7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നുപോലും കയ്യിലുണ്ടാവില്ല. എല്ലാം കയ്യിൽ നിന്ന് പോകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് ഈ സഖാക്കൾക്ക്. അത് ഈ പറയുന്ന വടകരയിൽ മാത്രമല്ല, വടകര അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ, സമീപ പ്രദേശങ്ങളിൽ, മലബാറിലൊട്ടാകെ ഷാഫി പറമ്പിലിന്റെ ഈ സ്വാധീനം പാർട്ടിയെ തളർത്തുമെന്നുള്ള നല്ല വിശ്വാസം സഖാക്കൾക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായി ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് സഖാക്കൾ വന്നു ചേർന്നിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, വടകരക്കാരോട് പറയുന്നു, ഷാഫിയുടെ ദേഹത്ത് മണ്ണ് വീഴാതെ നോക്കേണ്ട ബാധ്യത വടകരക്കാരെ നിങ്ങളുടേതാണ്, UDF-കാരെ നിങ്ങളുടേതാണ്, കോൺഗ്രസ്സുകാരെ നിങ്ങളുടേതാണ്, മുസ്ലിം ലീഗുകാരെ നിങ്ങളുടേതാണ്. ഷാഫിയെ സംരക്ഷിക്കണം. കാരണം ഈ പറയുന്ന ക്രിമിനൽ സംഘത്തെ പുറത്തിറക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പുറത്തിറങ്ങിയിട്ട് അവരങ്ങോട്ട് ലാവിഷായി എൻജോയ് ചെയ്ത് ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടല്ല. വ്യക്തമായ പ്ലാനുകളോട് കൂടി തന്നെയാണ് ലക്ഷ്യം. ഷാഫി പറമ്പിലാണ്. ഷാഫിയെ ഇവർക്ക് തീർക്കാൻ തന്നെയാണ് പദ്ധതി. സംരക്ഷണം ഒരുക്കേണ്ടത് വടകരക്കാരാണ്. വീണ്ടും ആവർത്തിക്കുന്നു, വടകരക്കാരെ നിങ്ങളാണ് സംരക്ഷണം ഒരുക്കേണ്ടത്. നിങ്ങൾ മാത്രമാണ് സംരക്ഷണം ഒരുക്കേണ്ടത്. ഷാഫിയുടെ ദേഹത്ത് ഒരു മണ്ണ് പോലും വീഴാതെ സൂക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. സംരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഈ ക്രിമിനൽ സംഘം ഏത് ദിവസവും ഏത് നിമിഷവും പുറത്തിറങ്ങും. ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇതൊക്കെ ചുമ്മാ ഒരു പ്രൊസീജിയർ മാത്രമാണ്. അവര് പുറത്തിറങ്ങി കഴിഞ്ഞു എന്ന് തന്നെയാണ്. പ്രൊസീജിയറുകളൊക്കെ നമ്മൾ കാണുമ്പോൾ അതൊരു പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള കത്തുകളും ഇതൊക്കെയാ. പക്ഷെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ പുറത്തിറങ്ങിയാൽ നൽകിയിരിക്കുന്ന കൊട്ടേഷൻ ആദ്യത്തെ പണി ഈ പറയുന്ന ഷാഫി പറമ്പിലാണ്. ഷാഫിയെ തീർത്തിട്ടേ മറ്റെന്തും ഉണ്ടാവുകയുള്ളൂ എന്ന നിലപാടിലേക്ക് സഖാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്.